മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് സ്വർണ്ണക്കൊള്ളയിലേക്ക് ഒന്ന് പോകണം. അവിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിലെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. തട്ടിപ്പിൽ പങ്കില്ലെന്നും ആചാരകാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടതെന്നുമാണ് തന്ത്രിയുടെ വാദം. ജാമ്യാപേക്ഷ എതിർക്കുകയാണ് SIT. തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ് ദുരൂഹമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനീഷ്, പ്രോസിക്യൂഷൻ അതിശക്തമായ നിലപാടിലാണ് തന്ത്രിക്കെതിരെ, സംശയമില്ല. പലവിധ കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ തന്ത്രി പറയുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടത് എന്നുള്ളത്. ഇത് ആചാരവും ഔദ്യോഗിക കാര്യവും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ട് ഈ വിഷയത്തിൽ. അത് കോടതി തീരുമാനിക്കണം എന്താണ് നിലപാടെടുക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരുന്നു വാദങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് കോടതി ഇന്ന് ജാമ്യ ഹർജിയിന്മേൽ വിധി പറയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു വിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. പ്രമുഖ അഭിഭാഷകനായ B. രാമൻപിള്ളയാണ് ആ തന്ത്രിക്ക് വേണ്ടി ഹാജരായതും. അത് ഓൺലൈൻ മുഖേനയായിരുന്നു ആ തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായി വാദിച്ചത്. അതേസമയം തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. SITയുടെ റിപ്പോർട്ട് മുൻനിർത്തി തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ അടക്കം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെങ്കിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിർത്തേണ്ടതില്ലല്ലോ എന്നായിരുന്നു പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചത്. അങ്ങനെ ഇരുവാദങ്ങളും കേട്ട കോടതി ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു. രഞ്ജിത്ത്, ഒരുപക്ഷെ വിജിലൻസ് കോടതി ജാമ്യ ഹർജികൾ തള്ളുകയാണെങ്കിൽ, അതായത് തന്ത്രിക്ക് ജാമ്യം ലഭ്യമാകാതെ ഇരിക്കുകയാണെങ്കിൽ മേൽക്കോടതിയെ അതായത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഏതായാലും തന്ത്രിക്ക് കാര്യങ്ങൾ അത്ര സുഗമമല്ല. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. A. പത്മകുമാർ, അദ്ദേഹം അറസ്റ്റിലായിട്ട് ഏതാണ്ട് 90 ദിവസം പൂർത്തിയാകുന്നുണ്ട് ഇന്ന്. അദ്ദേഹവും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് തന്ത്രി ഈ വിഷയത്തിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. തന്ത്രി ആശുപത്രിയിലും ജയിലിലുമൊക്കെയായി ദിവസങ്ങളായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും അത്ര സുഗമമല്ല കാര്യങ്ങൾ. പ്രോസിക്യൂഷൻ കുരുക്കുകൾ മുറുക്കുന്നുണ്ട്. പ്രതിഭാഗം അതഴിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തന്ത്രിക്ക് നിർണായകമായ ഒരു ദിവസമായി ഇത് മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.